കിങ് ഖാൻ എന്ന് അറിയപ്പെടുന്നത് ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ ഒരു കിങ് ഖാൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. മലയാളികൾക്ക് കുറച്ച് നാൾ മുമ്പ് വരെ അത്ര സുപരിചിതമല്ലാത്ത ഒരു നേതാവാണ്, ഇല്ലെങ്കിൽ ഒരു പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ. പക്ഷേ ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കും ദേശീയ വാർത്തകൾ കാണുന്നവർക്കും എപ്പോഴും ഓർക്കാവുന്ന, ഇല്ലെങ്കിൽ മിക്കവാറുമൊക്കെ നാഷണൽ ചാനൽസ് ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കാറുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി ചുമതലയേറ്റു. ഇവിടെ BJPയെ താഴെ ഇറക്കാനും മോദിയെ തകർക്കാനും ഒക്കെ വെമ്പൽ കൊള്ളുന്ന CPM ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുമ്പിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പലരും പറയുന്നത് പിണറായി വിജയൻ ഒരു വലിയ ഇരട്ടച്ചങ്കനാണ്, ധീരനാണ്, ബ്രണ്ണൻകുളയിലെ കഥയും ഒക്കെ പറയുമ്പോൾ ഒരു വട്ടമെങ്കിലും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പഴയകാല ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അങ്ങേരോടൊക്കെ മുട്ടാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ബ്രണ്ണൻകുളയിൽ പഠിച്ച കഥ പറയുമ്പോൾ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന് പറയാനുള്ളത് അലിഗഡ് യൂണിവേഴ്സിറ്റി പഠിച്ച കഥയാണ്. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നടക്കുന്ന കല്ലും കട്ടയും കൊണ്ടുള്ള ചെറിയ സംഘർഷങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളുമൊക്കെയാണ് നമ്മുടെ ക്യാമ്പസിലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള ക്യാമ്പസുകളിലൊക്കെ സംഘർഷങ്ങൾ ഗ്യാങ് വാറുകളാണ്. പലപ്പോഴും അത് വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ കലാശിക്കുന്ന ഗ്യാങ് വാറുകളാണ്. അവിടെ കളിച്ച് പഠിച്ച് വളർന്ന ആ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിലെ ക്യാമ്പസിലെ ഇട്ടാവട്ടത്ത് കിടന്ന SFI കാണിക്കുന്ന ചെറിയ ചെറിയ കളികൾ കുട്ടിക്കളികളായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്ന ഭാരതീയ ക്രാന്തി മോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടിയിലൂടെയാണ്. പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സിലെത്തി. അതിനുശേഷം ഈ ബോഫോഴ്സ് അഴിമതി കൊടുമ്പരി കൊണ്ടപ്പോൾ VP സിംഗ് ഉൾപ്പെടെ പോയിട്ട് ഒരു ജനമോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. ആ ജനമോർച്ച പിന്നീട് ജനതാദളായി. ആ ജനമോർച്ച രൂപീകരിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും അവരോടൊപ്പം കൂടി. പിന്നീട് വീണ്ടും അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ BSPയിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇടക്കാലത്ത് കുറച്ചുനാൾ BJPയിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും മോദിയോടൊപ്പം കൂടി BJPയിൽ അംഗത്വമെടുത്തു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും തിളക്കമാർന്ന, ഇല്ലെങ്കിൽ നട്ടലുള്ള, അല്ലെങ്കിൽ നിലപാടുള്ള ഒരു നേതാവെന്ന് നാം എപ്പോഴും പറയുന്നതിന് പ്രധാന കാരണം 1986 ഷബാനു കേസിൽ അതിനെ മറികടക്കാനായി, കോടതി ഉത്തരവിനെ മറികടക്കാനായി ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹം കൊണ്ടുവന്നൊരു ഓർഡിനൻസ്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് പുറത്തുപോയി. അന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ ബില്ലിനെ അനുകൂലിക്കാൻ തന്നെ കഴിയില്ല, ഈ പാർട്ടി അനുകൂലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരിക്കുന്ന രാജീവ് ഗാന്ധിക്ക് മുമ്പിലേക്ക് തൻ്റെ രാജിക്കത്ത് വലിച്ചെറിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് ഉയർത്തിയ ആ ഒരു കാര്യത്തിൽ ഒരു പരിധിവരെയെങ്കിലും നരേന്ദ്രമോദിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുത്തലാഖ് നിരോധിച്ചത് പിന്നാലെ ആരിഫ് മുഹമ്മദ് ഖാനും BJPയോടൊപ്പം പിന്നീട് അദ്ദേഹം ഗവർണറാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയും. ഇതൊക്കെയാണ്, അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ നേതാക്കന്മാർക്കുമൊക്കെ ഉണ്ടായിരുന്ന അപ്രമാദിത്യം, ഇല്ലെങ്കിൽ ആ അധികാരത്തിൻ്റെ പ്രഭ, അതെല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത്. അതായത് വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ഗാന്ധി ഭരിക്കുന്നു, കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ പോലുമൊക്കെ ചെറുതും വലുതുമായ നേതാക്കൾ നിരന്തരം ദില്ലി യാത്ര നടന്നു പല കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം അത്തരത്തിൽ BJP നേതാക്കളാരും അങ്ങനെ ദില്ലിയിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സുരേന്ദ്രനൊക്കെ വല്ലപ്പോഴുമൊക്കെ ദില്ലിയിൽ പോകും. ഒന്നുകിൽ അമിത്ഷായൊക്കെ വർഷത്തിൽ ഒരു തവണയൊക്കെയാണ് ദില്ലിയിൽ പോയി കാണുന്നത്, അല്ലെങ്കിൽ നദ്ദയെ 2 തവണ കാണും. അങ്ങനെ സംസ്ഥാന അധ്യക്ഷൻ വളരെ അപൂർവമായിട്ട് തന്നെ പോകുന്നു. അതായത് കേരളത്തിലെന്നല്ല, എല്ലാ സംസ്ഥാനത്തെ അധ്യക്ഷന്മാരും ഒക്കെ അങ്ങനെയാണ് BJPയുടെ ഒരു രീതി. കാരണം അവരുടെ ബാക്കിയുള്ള നേതാക്കളൊന്നും ദില്ലിയിൽ പോകുന്ന വാർത്തകൾ നമ്മൾ കാണാറില്ല, കേൾക്കാറില്ല. അങ്ങനെ ഒരു സംഭവമില്ല, അവർക്കിടയിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമില്ല. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. മീനുമായി പോകുന്നവരുണ്ട്, അടയുമായി പോകുന്നവരുണ്ട്, പലഹാര പൊതികളുമായി പോകുന്നവരുണ്ട്, വീട്ടിലെ അടിച്ചു തെളിക്കും തൂത്തുവാരാനും ഒക്കെ പോകുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസിൻ്റേതായ ഒരു ശക്തിമത്തായ സമയത്ത് കോൺഗ്രസ് വിട്ടിറങ്ങി ആരിഫ് മുഹമ്മദ് ഖാൻ അന്നും നട്ടലോട് കൂടി നിന്നിട്ടുള്ള ഒരു നേതാവാണ്. അങ്ങനെ പുലിയായി നിൽക്കുന്ന ഒരു നേതാവ്. പ്രായാധിക്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം. പക്ഷേ ആ പ്രായത്തെയും അതിജീവിച്ചുകൊണ്ടാണ് നട്ടപ്പാതിലേക്ക് തന്നെ തടയാനെത്തിയ SFIയുടെ പിള്ളേരുടെ മുമ്പിലേക്ക് ചാടി ഇറങ്ങിയത്. ഇന്ന് നാം കണ്ട മറ്റൊരു കാഴ്ച ക്യാമ്പസിൻ്റെ മുമ്പിൽ ഉയർത്തിയ ബാനർ നീക്കം ചെയ്യണമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. ക്യാമ്പസിൽ കയറി കഴിഞ്ഞാൽ തടയുമെന്ന് പറഞ്ഞ SFIക്കാരെ ഇന്നലെ നമ്മൾ അവിടെയെങ്കിലും കണ്ടില്ല. അങ്ങോട്ടങ്ങ് മാറി ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ചില കാഴ്ചകൾ കാണാനാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ റെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ തനിക്ക് കിടക്കാനായി ഒരുക്കി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വേണ്ട എന്ന് പറഞ്ഞ് ക്യാമ്പസിനുള്ളിൽ തന്നെ 3 ദിവസം സ്റ്റേ ചെയ്യുകയാണ്. അവിടെയെങ്കിലും SFIക്കാരെ കണ്ടില്ല. ഏതായാലും SFIക്കാർക്ക് ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല ആരിഫ് മുഹമ്മദിന്. അതായത് ആണൊരുത്തൻ നിവർനിന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരനായ ഒരു നേതാവ് വന്നിവിടെ
ഇല്ലെങ്കിൽ ഒരു ഗവർണർ വന്ന് ഇവിടെ കാണിച്ചു തരേണ്ട ഗതികേട്ടിലാണ് നമ്മൾ. കാരണം നമ്മുടെ പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മൾക്കുള്ള നേതാക്കൾ, അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും, ഒരു നേതാവിനോട് നമുക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. കാരണം അവരായി തന്നെ നമ്മുടെ വിശ്വാസം കളഞ്ഞു കുടിച്ചു. അവരിൽ നിന്നൊന്നും നാം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ ഒറ്റയ്ക്കിറങ്ങി ആക്രോശിക്കുമ്പോൾ അതിന് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും കൈയടിക്കുന്നു. അതിനാണ് സാധാരണ രീതിയിൽ നമുക്കറിയാം, ഗവർണറെ പോലുള്ള ഒരാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ CPM-കാർ ക്യാപ്സൂളുമായി വരും. RSSൻ്റെ ഗുണ്ടായുസമാണ്, RSSകാരനാണ്. പക്ഷേ അങ്ങനെയുള്ള ക്യാപ്സൂളുകൾ പോലും ഏൽക്കുന്നില്ല. ഒരു ബഹുഭൂരിപക്ഷം ജനം, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമതത്തിനും അതീതമായി ബഹുഭൂരിപക്ഷം ജനവും ഗവർണർക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ഇത് തന്നെയാണ് നാം സുരേഷ് ഗോപിയുടെ കാര്യത്തിലും കണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് സുരേഷ് ഗോപിക്ക് പിന്തുണയാൻ ഒരു സമൂഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പ്രത്യാശയും വിശ്വാസവുമുള്ള വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലായാലും ഭരണ തലത്തിലായാലും ജനപ്രതിനിധികളായിട്ടായാലും ഒക്കെ തന്നെ. അവിടെയാണ് ഈ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന കയ്യടിയും പൂച്ചെണ്ടും, അവിടെയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കക്ഷി രാഷ്ട്രീയമില്ലാതെ കിട്ടുന്ന പിന്തുണയും. ഇത് നാം തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. ഇത് തിരിച്ചറിയപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ നാളെ ജനം തല്ലിയോടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒന്നുകിൽ ജനത്തിൻ്റെ ദുരിതത്തിന് അറുതി വരുത്താനായി നിങ്ങൾ എന്തെങ്കിലും, അല്ലാതെ നാടകം കളിക്കുന്ന കാലം പോയി. എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കുക, കുറേ പത്രസമ്മേളനം നടത്തുക, എന്തെങ്കിലുമൊക്കെ ചാനലുകാരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുക എന്നുള്ളതൊന്നും കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നട്ടൽ ഉയർത്തി വന്ന് കാര്യങ്ങൾ പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും നമ്മൾ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ഗവർണറുടെ ഓഫീസിലേക്ക് ഒരു ബോംബേർ നടന്നതായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത സമയത്ത് ഗവർണർക്കെതിരെ നടന്ന ഒരു സംഭവം. ഇതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ ധൻഖർ, മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു പുലി പോലുള്ള മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടി ഈ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അവിടുത്തെ വലിയ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ നാലുപാടും വളയുമ്പോൾ ആ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലാൻ ഗവർണർ കാണിക്കുന്ന ധൈര്യം, ഇവിടെ ആ ഒരു സിറ്റുവേഷൻസിൽ ഗവർണറെ വിരട്ടി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും ഗവർണറുടെ പവർ എന്താണെന്നും നട്ടലുള്ള ഗവർണർ എങ്ങനെ പെരുമാറുമെന്നൊക്കെ കാണിച്ചു തരാൻ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞു എന്നുള്ളതാണ്. തന്നെ തടയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തടഞ്ഞാൽ താൻ കാറിൽ നിന്നിറങ്ങും. അതുപോലെ തന്നെ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ് ആ ക്യാമ്പസിൽ തന്നെ 3 ദിവസം ഉറങ്ങിയും കിടക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഏതായാലും SFI നാളെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നാളെ ഉച്ചയ്ക്ക് അവിടെ ഒരു ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സംഘപരിവാർ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അതിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. ഗവർണറുടെ ആകെ ഒരു ഔദ്യോഗിക പരിപാടി ക്യാമ്പസിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ക്യാമ്പസിൽ തങ്ങാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. ഏതായാലും ആ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ SFI എന്തെങ്കിലും കാട്ടിക്കൂട്ടുമോ എന്നറിയില്ല. കാട്ടിക്കൂട്ടാതെ തരമില്ല അവർക്ക്. കാരണം ഓരോ ദിവസവും ഗവർണർ ഇങ്ങനെ ഈ പിള്ളേരെ പെറുക്കിയിട്ട് അലക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കും നിലനിൽക്കണ്ടേ. ഏതായാലും ആർഷവും ഒക്കെ വലിയ രീതിയിൽ ഷോ കാണിച്ച് മുൻപോട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഗവർണർ ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് പോലീസിൻ്റെ പോലും സഹായമില്ലാതെ വന്ന് കൃത്യമായ നിയമവഴികളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് നടപ്പാക്കുമ്പോൾ ഇപ്പോൾ ഈ ബാനർ അഴിപ്പിക്കുന്നു, അതുപോലെ തന്നെ തടയാമെന്നവരുടെ മുമ്പിലേക്ക് എത്തുന്നു. ഇതിനേക്കാൾ വളരെ കൗതുകകരമായി തോന്നിയ കാര്യം അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജാണ്. അദ്ദേഹത്തിന് നല്ല ലാംഗ്വേജുള്ള ഒരു നേതാവ് കൂടിയാണ് ആരിഫ് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം. നമുക്കറിയാം, തിരുവനന്തപുരത്തൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് മീറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് മറ്റു മാധ്യമങ്ങളുടെ നിന്ന് വാങ്ങി ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ അതിന് വാർത്താ പ്രാധാന്യം കൊടുക്കുകയാണ്. കാരണം ദേശീയ മാധ്യമങ്ങളെ സംബന്ധിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ചെറിയൊരു നേതാവല്ല, കഴിവറ്റൊരു വ്യക്തിയാണ്, ഒരുപാട് അറിവുകളുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. കേരളത്തിലെ 10 ന്യൂസ് ചാനലുകൾ വാർത്ത കൊടുത്തില്ലെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് പ്രശ്നമില്ല. കാരണം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ എന്നും അദ്ദേഹത്തിന് ചെറുതും വലുതുമായ വാർത്തകൾ നൽകാറുണ്ട്. അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബലവും. അതായത് കേരളത്തിൽ പുള്ളിക്കെതിരെ ആക്രോശിക്കുമ്പോൾ അങ്ങ് ഇന്ത്യ മുഴുവൻ അത് അലയടിക്കുമെന്നുള്ളതാണ് മറ്റ് കൗതുകകരമായ കാര്യം. ഏതായാലും ഗവർണറും CPM തമ്മിലുള്ള പോര് മൂർച്ഛിക്കുകയാണ്. ഏതായാലും CPM നേരിട്ടല്ല കളത്തിലിറക്കുന്നത്. ആദ്യ ഗഡുവായി അവർ കുട്ടികളെയാണ് വിട്ടിരിക്കുന്നത്. കുട്ടികളുടെ മുമ്പിൽ ഗവർണർ മുട്ടുമടക്കിയില്ല എങ്കിൽ അടുത്ത ഘട്ടം ഒരുപക്ഷെ DYFI ആയിരിക്കാം. DYFIയുടെ മുമ്പിൽ മുട്ടുമടക്കിയില്ലെങ്കിൽ CPM ആയിരിക്കും. പക്ഷേ എന്തായാലും അത്രത്തോളം ഒന്നും കഥ പോകാൻ സാധ്യതകളൊന്നുമില്ല. SFI ആണല്ലോ കേരളത്തിലെ വീറുള്ള ഒരു യൂത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന. ഏതായാലും അവർ കണ്ടമ്പഴി ഗവർണർ ഓടിക്കുന്ന കാഴ്ച കണ്ടിട്ട് അവരോട് ഇടപഴകുന്നത് പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ DYFIയോട് ഒക്കെ അദ്ദേഹത്തെ നേരിടാൻ വന്നാൽ ഗവർണർ ഇടപെടുന്നത്. ഇത് കുട്ടികളാണ് എന്നുള്ളൊരു കരുണയെങ്കിലും ഇപ്പോൾ ഗവർണർക്കുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും കഥ കാണാൻ രസമാണ്. കേരളത്തിൽ പൊതുവേ വാർത്താ ദാരിദ്ര്യമാണ്. ഈ മുഖ്യമന്ത്രിയുടെ യാത്ര മാത്രമാണ് ഒരു പ്രധാന വാർത്തയെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ ബസ്സിൻ്റെ ടയറിൻ്റെ കാറ്റ് കുറഞ്ഞു, ഇല്ലെങ്കിൽ ബസ്സിൻ്റെ വളവ് എത്രയുണ്ട്, ബസ് വളച്ചപ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നിരന്തരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു വെറൈറ്റിയുള്ള വാർത്ത തന്ന കിങ് ഖാന് നന്ദി. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തും വെറൈറ്റിയുള്ള സിനിമകളായിട്ട് വരുന്ന ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന കിങ് ഖാൻ ആണെങ്കിൽ കേരളത്തിലെ കിങ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ചൂടും എരിവും പുളിയുമുള്ള വാർത്ത. SFI പിള്ളേരെ നെട്ടോട്ടമോടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ന്യൂസ് നമ്പർ പോയിന്റ്. നന്ദി, നമസ്കാരം.